അടിപൊളി. ചായ ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയാത്ത നിങ്ങൾ ആ ചങ്കില്ലേ ഇല്ലാന്നൊന്നും പറയണ്ട, നിങ്ങൾക്ക് ആ ചങ്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ ചങ്കിന് ഒന്ന് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്തോ നിങ്ങളെ ചായ പാർട്ട്ണർ ആരാന്ന്. പിന്നെ നിങ്ങൾ പല ടൈപ്സിലും നിങ്ങൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചായ ഉണ്ടാക്കിയാലില്ലേ, ഫസ്റ്റ് ഒരു ഗ്ലാസ് എടുത്തിട്ട് നല്ല വൃത്തിയിലെ തുണി എടുത്തിട്ട് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് കെട്ടി വെക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യമില്ല അത്രയും പട്ട ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 6 ഏലക്കായ് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ ഏത് ചായപ്പൊടിയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ചായപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി വെക്കാം. കെട്ടി വെച്ചതിന് ശേഷം നമുക്കൊരു വെള്ളത്തിലേക്ക് അത് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ നമുക്കത് വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ വേവിച്ചെടുക്കുമ്പോൾ അത് ഫുള്ളായിട്ട് വെന്തിട്ട് അതിന്റെ സത്ത് മൊത്തം ആ ഗ്ലാസ്സിൽ വന്നിട്ടുണ്ടാവും കേട്ടോ. ഇത്ര പണിയുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ചായ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്നിട്ട് അത് മൊത്തം പീനെടുത്തിട്ടാകുമ്പോൾ ഇതേപോലെ നല്ല പാല് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിം ആക്കിയിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചായ നിങ്ങൾക്ക് കിട്ടും. അതും ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഊട്ടിയിലെല്ലാം പോയിട്ടാകുമ്പോൾ ടീ ഫാക്ടറിയിൽ നിന്ന് കുടിക്കുന്ന റിയൽ ടേസ്റ്റുള്ള ചായ ഇല്ലേ, ആ ചായ കുടിക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.